റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഏത് ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓരോ തീരുമാനങ്ങളും അതെനിക്ക് ഹൈറാണെന്ന ശുഭപ്രതീക്ഷയും സന്തോഷ വാർത്തകളുമാണ് ഒരു വിശ്വാസിക്ക് ബാക്കിയുള്ള ജീവിതത്തിലേക്ക് അവന് തുണയാകുന്നത്, തണിയായി മാറുന്നത്, ആശ്വാസമായി മാറുന്നത്. നോക്കൂ നിങ്ങൾ, മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. ഉമ്മു സലമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമത്ത് വഫാത്തായി. അബൂ സലമത്ത് മരണപ്പെട്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, പിൽക്കാലത്ത് അവർ ഓർത്തെടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ എന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോ മുസ്തഫയിൽ നിന്ന് കേട്ട ഒരു പാഠം ഞാൻ അവിടെ കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തി. എന്തായിരുന്നു ഞാൻ കേട്ടിരുന്ന പാഠം? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നു, ഏതെങ്കിലും ഒരു അടിമയായ മനുഷ്യൻ അയാൾക്കൊരു മുസീബത്ത് ബാധിച്ചു, എന്നിട്ട് അയാൾ ഉടനെ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ ആജറഹു അല്ലാഹു ഫീ മുസീബതിഹി വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ. അവരോർത്തെടുത്ത് പറയുകയാണ്, ഈ പാഠം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഇപ്രകാരം അതേപോലെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹത്തായ ആശയമുള്ള ദിക്റാണത്. അത് വിശദീകരിക്കാൻ ഇവിടെ നേരമില്ല. റബ്ബേ, ഞങ്ങളൊക്കെ നിന്റേതാണ്, നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ്. അത് പറഞ്ഞതിന്റെ ശേഷം മുസ്തഫ പഠിപ്പിച്ചതുപോലെ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി, അല്ലാഹുവേ, എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ ആപത്തിൽ, മുസീബത്തിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണേ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ നീ എനിക്ക് പകരം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ മുസീബത്തിൽ അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ തിരികെ കൊടുക്കുമെന്നും മുസ്തഫ പറഞ്ഞ ആ വാക്ക് മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് മരണപ്പെട്ട നേരത്ത് ഞാൻ പ്രകാരം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം എന്റെ ഭർത്താവാകാൻ നിയുക്തനായത്. അബൂ സലമത്ത് എന്ന ഭർത്താവിനേക്കാൾ ആരായിരിക്കും എനിക്ക് ഉത്തമനായിട്ട് ലോകത്തുണ്ടാവുക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എന്റെ ഭർത്താവിനേക്കാൾ മുന്തിയ ഒരാളെ എനിക്ക് ഇനി ആരാ തരിക? ആരുണ്ട് അബൂ സലമയേക്കാൾ ഖൈറെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ആ ദുആ മനസ്സറിഞ്ഞു പറഞ്ഞു നാളുകൾക്ക് ശേഷം എന്റെ ഇദ്ദയൊക്കെ അവസാനിച്ചപ്പോ എന്നെ വിവാഹം അന്വേഷിച്ച് വന്നത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അങ്ങനെയാണ് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ദറജയിൽ അവരെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ടാണ് പിന്നീട് അവർ വഫാത്താകുന്നത്.